അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വീഡിയോ എന്ന് പറയാനില്ല, ഒരു ഫോൺ ചെയ്ത ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു തങ്ങളും അതുപോലെ തന്നെ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിൻ്റെ മുമ്പ് ചെറിയൊരു സംഭവം, ഒരു ചരിത്ര സംഭവം ഞാൻ ആദ്യം തന്നെ പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അദ്ദേഹമാണ് അവിടുത്തെ രാജാവ്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു പതിവുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിലെ പുസ്തകങ്ങളിൽ നിന്ന് പല ചരിത്രങ്ങളും മഹാനവറുകളുടേത് ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ പുസ്തകങ്ങളിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു, രാത്രി സമയത്ത് അദ്ദേഹം വേഷം മാറിയിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിലൂടെ സഞ്ചരിക്കുകയും നാട്ടുകാരോട് ഭരണകാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകളും കുറവുകളും പരാതികളുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇതുപോലെ രാത്രി സമയത്ത് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് അദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ബഹളം കേൾക്കണം. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിൻ്റെ മതിൽ എടുത്ത് ചാടിയിട്ട് ആ ശബ്ദം കേൾക്കുന്ന റൂമിൻ്റെ ജനൽവാതിൽ പതിയെ തുറന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് കണ്ടത് 2-3 ചെറുപ്പക്കാരായ ആളുകൾ മദ്യപിച്ചുകൊണ്ട് അവരിങ്ങനെ ലക്ക് കെട്ട് പാട്ടുപാടുകയാണ്. മദ്യപിച്ചുകൊണ്ട് അവർ പാട്ടുപാടുകയാണ്. ഈ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ ഇത് കണ്ടുടനെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ആ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ വേഷങ്ങളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ രാജാവാണ്, നിങ്ങൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും, ഈ ചെയ്യുന്നത് തെറ്റാണ്, കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് ഒരൊറ്റ തെറ്റ് മാത്രമാണ്, പക്ഷേ നിങ്ങളിപ്പോൾ 3 തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനെന്താണ് 3 തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഒന്നാമതായിട്ട് ആദ്യം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീടിൻ്റെ മതിൽ നിങ്ങൾ ചാടിക്കടന്നു. അവിടെ എല്ലാവർക്കും കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവിടെ ഒരു എൻട്രി ഉണ്ടായിരിക്കെ, ഒരു ഗേറ്റ് ഉണ്ടായിരിക്കെ, അതുവഴിയല്ല നിങ്ങൾ വന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞു മതിൽ ചാടിയിട്ടാണ് വന്നത്. രണ്ടാമത് ഒളിഞ്ഞു നോക്കി, ജനൽവാതിൽ തുറന്ന ശേഷം ഒളിഞ്ഞു നോക്കൽ കുറ്റമാണ്. മൂന്നാമത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ഞങ്ങളുടെ വീടിനകത്തേക്ക് നിങ്ങൾ കടന്നു. നിങ്ങൾക്ക് വാതിൽ മുട്ടിയാൽ ഞങ്ങൾ തുറന്നു തരുമായിരുന്നു, നിങ്ങളതല്ല ചെയ്തത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് അകത്തേക്ക് കടന്നത്. 3 തെറ്റുകളാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളിവിടെ ചെയ്തത് കള്ള് കുടിക്കുക എന്നൊരു തെറ്റ് മാത്രമാണ്, കള്ളിൻ്റെ പുറത്താണ് ഞങ്ങൾ പാട്ട് പാടിയത് എന്ന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരും ഈ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് ഒന്നും സംസാരിക്കാതെ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ചെറിയ സംഭവം ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഞാനിതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റിനെ നമ്മൾ തിരുത്തേണ്ടത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടല്ല. ഈ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ആ തങ്ങൾക്ക് ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പുണ്ടായൊരു സംഭവമാണ്, ആ തങ്ങൾക്ക് ഇദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുമതി ഉണ്ടോ ഇല്ലേ എന്നൊന്നും ആ റെക്കോർഡിൽ നമ്മൾ കേട്ടിട്ടില്ല. ഒന്നുകിൽ തുടക്കത്തിൽ തന്നെ പറയണം, ഈ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു പക്ഷേ ഈ ഓഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യും എന്ന് അദ്ദേഹത്തിൻ്റെ അനുമതി ചോദിക്കണമായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി അദ്ദേഹം അത് കട്ട് ചെയ്തിട്ടതാണോ എന്നറിയില്ല. എന്തെങ്കിലും ആ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല. ആ പെർമിഷൻ ചോദിക്കുന്നതും അതിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ഒരിക്കലും ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്യുന്നത് അതത്ര നല്ല സ്വഭാവമല്ല. അതിനേക്കാളും വലിയ മോശം സ്വഭാവമാണ് ആ ചെയ്ത റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഷെയർ ചെയ്താൽ അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്.
നിങ്ങളൊരു പക്ഷേ അദ്ദേഹം ചെയ്തത് വലിയൊരു തെറ്റാണ്, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ നല്ല ഉദ്ദേശമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു തെറ്റിനെ നമ്മൾ എതിർക്കേണ്ടത് മറ്റൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വഷളാക്കിക്കൊണ്ട് ആളുകൾക്കിടയിൽ അയാളെ അദ്ദേഹത്തിൻ്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന രൂപത്തിലല്ല ഒരാളെ നമ്മൾ നിർവഹിക്ക് ക്ഷണിക്കേണ്ടത്. അതിനൊക്കെ നമ്മുടെ ഉസ്താദുമാർ ഇവിടെ ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരാളൊരു കാര്യം ചെയ്താൽ, ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഒരാളെ നമ്മൾ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദിനോട് വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ പരിപാടി അത്ര നല്ലതല്ല. ഇതിനു മുമ്പും ഈ ഉസ്താദ് ഇതുപോലെ ഒരു റെക്കോർഡ് ചെയ്ത ഒരു സംഭവം, ഒരു സ്ത്രീയുടെ വിഷയത്തിൽ, ഒരു സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഏതൊരു അന്യമതക്കാരനെ ആ സ്ത്രീ വിവാഹം ചെയ്തു. അങ്ങനെ ആദ്യം വിവാഹം ചെയ്ത ഉസ്താദാണെന്നൊക്കെയാണ് പറയുന്നത്. ആ ഉസ്താദിനെ വിളിക്കുകയും അങ്ങനെ ഇദ്ദേഹം വലിയ ഹീറോയിസം കാണിച്ചുകൊണ്ട് ആ ഉസ്താദിൻ്റെ മേൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ആ കോൾ റെക്കോർഡും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും നല്ല പരിപാടിയല്ല. ഒരാളെ നമുക്ക് നന്നാക്കണം, കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരിക്കലും ഈ രൂപത്തിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പറയപ്പെട്ട തങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു ഒരു കൊടി, ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു. ആ കൊടിക്കതായ ഒരുപാട് ആളുകൾ പൈസ കൊടുന്നിടുന്നുണ്ട്. ഈ പൈസ കൊടുന്ന് ഇടുന്ന ആൾ ഈ പൈസ കൊണ്ടുവന്ന് ഇടുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായ കാര്യമാകുന്നത്? അതൊരിക്കലും ഒരു തെറ്റല്ല. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ അവിടെ കൊണ്ടുപോയി പൈസ ഇടുന്നു. ഇതെന്താണ് അനാചാരമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതൊരു വലിയ തെറ്റാണെന്നൊന്നും പറയാനൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മക്ബറകൾ നമുക്കുണ്ട്. ഈ മക്ബറകളിലൊക്കെ പൈസ ഇടാൻ പ്രത്യേകം ഭണ്ഡാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ അതിലേക്ക് കൊണ്ടുപോയി പൈസ ഇടും. ഈ പൈസ ഇടുന്ന സമയത്ത് ഇടുന്ന വ്യക്തിക്ക് ഇവിടെ കിടക്കുന്ന മഹാന് വലിയ ഇലാഹാണെന്നോ അല്ലെങ്കിൽ ദൈവിക ശക്തിയുള്ള ആളാണെന്നോ എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല. അവിടേക്ക് എന്തെങ്കിലും പൈസ നേർച്ചയാക്കിയ ആളുകൾ അവിടെ പൈസ ഇടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പൈസ ഇടുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ തങ്ങളുടെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ കൊണ്ടുപോയി പൈസ ഇടുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മക്ബറകളിൽ ഒരു പെട്ടിയിൽ പൈസ ഇടുന്നു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ പൈസ ഇടുന്നു. ഇതേയുള്ള വ്യത്യാസം. സംഗതിയൊക്കെ അങ്ങനെ പൈസ ഇടുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ പൈസ ഒരുപാട് ഒരാൾക്ക് കുറച്ച് പൈസ വരുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അസൂയ എന്നാണ്. ഇനി ഇങ്ങനെ ഇതുപോലെ പൈസ കൊണ്ടുവന്ന് ഇടുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിലെ തന്നെ എന്ന് വേണ്ട ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ. ഈ അജ്മീർ ദർഗയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ചെമ്പ് കാണാൻ കഴിയും. 2 ചെമ്പുണ്ട്. ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, വേറൊരു ചെമ്പുണ്ട് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതായിരുന്നു. ആ ചെമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അരിയും അതുപോലെ തന്നെ ആ ചെമ്പിൽ തന്നെ പൈസയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അൻസാരി ഉസ്താദ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവം, ഈ മണ്ണാർക്കാട് ഈ ഉസ്താദിൻ്റെ ഈ തങ്ങളുടെ ഈ സംഭവമൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എവിടെ? അജ്മീറിൽ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തതുപോലെ അജ്മീർ ദർഗാ കമ്മിറ്റിക്കൊന്ന് ഫോൺ ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ആദ്യം വന്ന അനാചാരം അവിടെയാണ്. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇതൊരു അനാചാരമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ അനാചാരം ഇതിൻ്റെയും മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എവിടെ? ഈ പറയപ്പെട്ട അജ്മീർ ദർഗയിൽ. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിക്ക്, അതൊന്ന് ആ അനാചാരം ഒന്ന് നിർത്തലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ഇതൊന്നും അനാചാരമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇസ്ലാം പഠിക്കാൻ താല്പര്യമുള്ള ഒരു ആൾ എനിക്ക് വീഡിയോ അയച്ചു തന്നുകൊണ്ട് എന്നോട് ചോദിച്ചു ഇതൊക്കെയാണോ ഇസ്ലാം എന്ന്. അപ്പോൾ പൊന്നു ഉസ്താദെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ എന്ത്? നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടല്ല ഇസ്ലാമിനെ പഠിക്കേണ്ടത്.
ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ആളുകളെ പഠിക്കേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മഹാനായ ഹിളർ നബി അലൈഹി സ്വലാമിൻ്റെയും ഒരു സംഭവം ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. മൂസാ നബിയോട് പറയും, എൻ്റെ കൂടെ വരുന്ന സമയത്ത് പലതും നിങ്ങൾ കാണും, ഞാൻ നിങ്ങളെ നല്ലതിലേക്കാണ് കൊണ്ടുപോകുന്നത്, പക്ഷേ ഇടക്ക് പലതും കാണും, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഒരാൾ ഇസ്ലാം പഠിക്കാനാണ് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, ഇസ്ലാമിൻ്റെ പേരിൽ പലതും അവിടെ ഇവിടെയൊക്കെ കാണും, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോ മുഴുവൻ കണ്ടിട്ടതൊക്കെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ മാത്രം വിവരമില്ലാത്ത ആളുകളാണ് ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവർ ഏത് കാലത്ത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിടുക, അതൊക്കെ വെറുതെ നിങ്ങൾ പറയുന്നതാണ്. ഏതായിരുന്നാലും ഈ സോഷ്യൽ മീഡിയയെ അല്ല യഥാർത്ഥ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പൈസ ഒരാൾക്ക് എവിടെയെങ്കിലും പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അനാചാരമാണ്, അതൊക്കെ ബിദഅത്താണ്, അല്ലെങ്കിൽ ശിർക്കാണ്, കുഫ്റാണ് എന്നൊക്കെ പറയുന്നത് തനിച്ച വഹാബിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പൈസ ഇടുന്നവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ മജ്‌ലിസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ അവിടെ കൊണ്ടുപോയി പൈസ ഇട്ടോട്ടെ. അത് അവർ ഒരു പക്ഷേ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നതായിരിക്കാം. ഇനി അവർ ചാരിറ്റിക്കല്ല, അവർ വേറെ വല്ലതിനുമാണ് ചിലവാക്കുന്നതെങ്കിൽ തന്നെ അത് അവരും പടച്ചവനും തമ്മിൽ ആയിക്കോളും. ഏതായിരുന്നാലും ഈ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളെ നമ്മൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റായ രൂപത്തിലൂടെയല്ല. മറ്റൊന്ന്, എവിടെയെങ്കിലും കുറച്ച് ആളുകൾ പൈസ ഇടുന്നു എന്ന് കരുതിയിട്ട് ആ പൈസ ഇടുന്നത് ഒരു ആരാധനയായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ളത് വലിയൊരു ദൈവിക ശക്തിയായിട്ടോ ഒന്നും കണ്ടിട്ടല്ല പൈസ ഇടുന്നത്. അവരെ സ്നേഹിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പൈസ കൊണ്ടുപോയിടുന്നത് എന്ന് മനസ്സിലാക്കുക. അതൊന്നും ഇപ്പോൾ അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.